ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആദ്യമേ തന്നെ ഓണാശംസകൾ. എല്ലാവരും നന്നായി ഓണം ആഘോഷിച്ചു എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളിവിടെ ഓണം ആഘോഷിക്കാൻ പോണേ ഉള്ളൂ. ഞങ്ങൾക്ക് ഓണത്തിൻ്റെ അന്ന് രാവിലെ, ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഓണത്തിൻ്റെ അന്ന് രാവിലെ 10:30-ക്കാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, ഓണവുമാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പള്ളിയിൽ പോയി. കാലത്ത് 9 മണിക്കായിരുന്നു കുർബാന, ഇംഗ്ലീഷ് കുർബാനയായിരുന്നു. പള്ളിയിൽ പോയി. ഞാൻ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ഇന്ന് ജോലിയുണ്ട്, ആൾ ജോലി കഴിഞ്ഞ് വരണേ ഉള്ളൂ. അപ്പോൾ ഞാൻ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നേക്കുവാണ്. അപ്പോൾ ഈ വർഷം ഞങ്ങൾ എങ്ങനെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷം ഇത് കാനഡയിൽ വന്നിട്ടുള്ള 2ാമത്തെ ഓണമാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ഓണത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അന്നേരം ഞങ്ങളുടെ പഴയ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അന്ന് 13 പേരോളം ഉണ്ടായിരുന്നു എനിക്ക് തോന്നണേ. ഞങ്ങളുടെ വീട്ടിൽ പിള്ളേരുണ്ടായിരുന്നു, അന്ന് മലയാളീസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പൂക്കളമൊക്കെ ഇട്ട് അങ്ങനെയായിരുന്നു ഓണം ആഘോഷിച്ചത്. അടിപൊളിയായിരുന്നു. പക്ഷേ ഈ വർഷം പൂക്കളം ഇടലൊന്നും നടക്കില്ല. കാരണം ആരുടെ വീട്ടിലല്ല ഞങ്ങൾ ആഘോഷിക്കണേ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആകെ 6 പേരേ ഉള്ളൂ. ഞാനും അച്ചായനും മനുച്ചേട്ടായി വൈഫ്, ചിന്നു ചേച്ചി ഹസ്ബൻഡ്, ഞങ്ങൾ 6 പേരേ ഉള്ളൂ ഈ വർഷം ഓണത്തിന് ആഘോഷിക്കാനായിട്ട്. ബാക്കി ഓരോരുത്തർ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് മാറി ഈ പ്രൊവിൻസിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ 6 പേര് കൂടി ചെറിയ രീതിയിൽ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അത്ര ആഡംബരമൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത്തവണ നമുക്ക് ഔട്ട്ഡോറായിട്ട് നടത്താമെന്ന്. എല്ലാ പ്രാവശ്യം ഈ വീട്ടിൻ്റെ അകത്തല്ലേ, അപ്പോൾ പുറത്തൊക്കെ നടത്തുമ്പോൾ ഇച്ചിരിയും കൂടെ നല്ലതായിരിക്കില്ലേ. നല്ല ഫോട്ടോസ് എടുക്കാം, ഗെയിമൊക്കെ പ്ലാൻ ചെയ്യാം. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ പാർക്ക് ഇങ്ങനെ ഗേറ്റൊക്കെ വെച്ച് അടച്ചു പൂട്ടിയല്ലോ, ഓപ്പൺ സ്പേസ് ആയിട്ടാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അവിടെ പാർക്കിൽ ടേബിളും ചെയറും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചേക്കണത് അവിടെ പോയിരുന്ന് ഓണം നമുക്ക് ആഘോഷിക്കാമെന്ന് വെച്ചാൽ ഫുഡ് ഓർഡർ ചെയ്തു. 6 പേർക്കുള്ള സദ്യ ഇവിടെ പാമ്പാലി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്, അവരുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഉച്ചയാകുമ്പോൾ ഫുഡ് വരും. പിന്നെ ഞങ്ങളൊരു കുട്ടി 6 ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ ഓണക്കളികൾ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. 2 എണ്ണം ഓണക്കളിയാണ്. ഓണക്കളി എന്ന് വെച്ചാൽ ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ കുറച്ച് കളിക്കുന്ന ട്രഡീഷണലായിട്ട് കോളേജിലും പള്ളികളിലൊക്കെ കളിക്കുന്ന കുറച്ച് കളികളുണ്ടല്ലോ. കസേര കളി, വടംവലി, ചാക്കിലോട്ടം, ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ, സ്പൂൺ റൈസ്, അങ്ങനെ ലെമൺ സ്പൂൺ റൈസും സുന്ദരിക്ക് പൊട്ടുതൊടലും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഈ ഇൻസ്റ്റഗ്രാമിൽ റീൽസിലൊക്കെ കാണില്ലേ, അതിൽ പെട്ട ഗെയിംസാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കുക, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക, അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇത്തവണ ഓണം എന്ന് പറയാനായിട്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാനൊക്കെ പോവാണ്. 11:30 കൂടിയാണ് നമ്മളെല്ലാവരും അവിടെ എത്താനായിട്ട് പറഞ്ഞേക്കുന്നത്. കൈ വേദന എടുക്കണം ഫോൺ പിടിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളെല്ലാവരും ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഹേ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. ഞാൻ സാരി എടുത്ത്, അച്ചായൻ കുർത്തയും മുണ്ടോ എടുത്തിരിക്കുന്നത്. അച്ചായൻ ഇങ്ങോട്ട് നോക്കാം. ഒരു പണി കിട്ടി കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നില്ല, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്, ഞങ്ങൾ അവിടെ സെലിബ്രേറ്റ് ചെയ്യണേന്ന്. അവിടെ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ആരും വരേണ്ട ഒരു സ്ഥലമല്ല അത്, ആ പാർക്ക്. അങ്ങനെ അവരൊക്കെ റെഡിയായി ആദ്യമേ ചെന്നപ്പോഴേക്കും ഒരു വലിയൊരു ഫാമിലി അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേബിളിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണമെന്ന്. ഞങ്ങൾ ബുക്ക് ചെയ്തില്ല കേട്ടോ. ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വിചാരിച്ചു ബുക്ക് ചെയ്യുവാണെങ്കിൽ ആ ടേബിൾ ആരും കൊണ്ടുപോവില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചു അങ്ങനെ ആരും വന്നാൽ അധികം പാർക്കല്ല, അധികം ആർക്കും അറിയണ്ടാവില്ല എന്നോർത്ത് നമ്മൾ ബുക്ക് ചെയ്തില്ല. അപ്പം എന്ത് പറ്റി, എല്ലാവരും അവിടെ വന്നു. അങ്ങനെ ഞങ്ങൾക്ക് അടുത്ത പാർക്ക് കിട്ടിയിട്ടുണ്ട്. മനുച്ചേട്ടായി ചിന്നു ചേച്ചിയുടെയൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. അപ്പോൾ അവിടെ ഒരു ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ചെറിയൊരു പണി കിട്ടി, എന്നാലും കുഴപ്പമില്ല, വേറെ പാർക്ക് കിട്ടിയല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ റെഡിയായിട്ട്. മനുച്ചേട്ടായും ചേച്ചിയും ചിന്നു ചേച്ചിയും ചേട്ടനും അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ എല്ലാവരെയും കാണാം, എല്ലാവരും ഡ്രസ്സൊക്കെ ഒന്ന് കാണാം. ഗൈസ്, ഞങ്ങളങ്ങനെ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഫുഡ് മേടിക്കാനായിട്ട് അവരൊക്കെ പോയേക്കുവാണ്. അപ്പോൾ അവരൊക്കെ വന്നു കഴിയുമ്പോൾ അവരെല്ലാവരെയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ദേ ബാക്കിൽ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഗൂസ്. ഇത് നമ്മുടെ അടുത്തേക്ക് വന്നത് കൊത്തു. ഇതാണ് പാർക്ക്, ഞങ്ങൾ ഓണം ആഘോഷിക്കാൻ വന്നേക്കണ പാർക്ക്. ഇങ്ങനെ ടേബിളും ചെയർ ഉണ്ടാവും എന്നാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. പലരും പല സ്ഥലത്ത് ഓണം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഫുഡൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പയ്യെ തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഗൈസ്, ഇതാണ് അപ്പോൾ എൻ്റെ ഡ്രസ്സ്, എൻ്റെ ഓണത്തിൻ്റെ ഡ്രസ്സ് ഞാൻ ഇതാണ് ഇട്ടിരിക്കുന്നത്. സാരിയാണ് ഗൈസ്, സാരിയാണ്. പിന്നെ ബ്ലൗസ് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ബ്ലൗസ് എനിക്ക് ടൈറ്റ് ആയി പോയി. എന്നിട്ട് ഞാൻ ഇവിടെ നിന്നൊരു
ക്രോപ്പ് ടോപ്പ് മേടിക്കുമായിരുന്നു. ബ്ലൗസിൻ്റെ അത്ര നിനക്ക് അതിനുള്ളൂ. അപ്പം സാരിയൊക്കെ ബ്ലൗസ് ടൈറ്റായി എന്ന് പറഞ്ഞ് കൊടുക്കാത്ത ആൾക്കാർക്ക് ഒരു ടിപ്പാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മേടിച്ചിട്ടാൽ മതി. എന്നിട്ട് ഇങ്ങനെ സ്റ്റൈൽ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ബാക്കി ഓരോരുത്തരുടെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പയ്യെ പയ്യെ കാണിച്ചു തരാം. ഗൈസ്, എങ്ങനെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ചിന്നി ചേച്ചി ഫോട്ടോയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്, റീൽ എടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാവരും ഡ്രസ്സ് കാണിച്ചു തരാം. ഇതാണ് ചിന്നി ചേച്ചിയുടെ ഡ്രസ്സ്. ഇതാണ് യോഗേഷേട്ടാ. ഇതാണ് ഗൈസ് യോഗേഷേട്ടൻ്റെ ഡ്രസ്സ്. ഇതാണ് അദ്ദേഹം, ഫോട്ടോഗ്രാഫറാണ് ഇന്നത്തെ. മനിച്ചേട്ടായി ഞാൻ ഫോട്ടോ എടുക്കാന്ന് കണ്ടപ്പോൾ തന്നെ മനിച്ചേട്ടായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മനിച്ചേട്ടയുടെ ഡ്രസ്സ്. ഇത് മിഷേൽ ചേച്ചിയുടെ ഡ്രസ്സ്. ഇത് അവസാനം അച്ചായൻ മുഴുവനായിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുവാണ്. ഇനി വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. ഗെയിമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഗെയിം കളിക്കണം. ഇവിടെ യോഗേഷനാണ് ഞങ്ങളുടെ കൂട്ടത്തിലൊരു നല്ലൊരു ഫോട്ടോഗ്രാഫർ. റീൽ എടുക്കുന്ന കേട്ടോ, കണ്ടതാണ് അവിടെ കിടന്ന് കറങ്ങണേ. അത് തന്നെ ഭാര്യനെ നിർത്തി കറക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഒരാൾ കറങ്ങാൻ റെഡി ആയിട്ട് അങ്ങനെ നിൽക്കുവാണ്. ഞങ്ങളിവിടെ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിലായിരുന്നു കുഞ്ഞു. ഒറിജിനൽ ഇല തന്നെ നമുക്ക് കിട്ടിയല്ലേ? ഒറിജിനൽ ഇലയാണ് ഇപ്രാവശ്യം പാമ്പായിൽ എല്ലാവരും കൊടുത്തേടി. നമുക്ക് സെപ്പറേറ്റ് പണി മേടിക്കാം. ആണോ? ഒറിജിനൽ തന്നെ കിട്ടുമോ? ഞാൻ ഇല മേടിച്ച മീനങ്ങ് പൊടിച്ച അടിപൊളിയായിരിക്കില്ലേ? ഓ, അപ്പോഴും മീനിന്റെ ചിന്ത മാത്രം. ഇതൊക്കെയാണ് കറികൾ. ചേച്ചിയുടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഈശോയെ, റൈസ് മിസ്സായ. മരിച്ചിട്ട് ആ ഓർഡർ ഒന്നും കൂടെ പറഞ്ഞേ. ഓർഡർ എന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ 2 അച്ചാറ്, ഇഞ്ചിപ്പുളി, കിച്ചടി, പച്ചടി, കൂട്ടുകറി, അവിയല്, ഓരൻ, തോരൻ, കാളൻ, പരിപ്പ് ആദ്യം ചോറിൽ വിളമ്പും. അത് കഴിഞ്ഞിട്ട് നെയ്യ് വിളമ്പും. അത് കഴിഞ്ഞിട്ടാണ് സാമ്പാർ വരും. ഇവിടുന്ന് പഠിപ്പിച്ചതാണ് ഗൈസ് ഞങ്ങൾ. ഹോട്ടൽ മാനേജ്മെന്റ് 3 ലക്ഷം രൂപ എന്റെ അപ്പം പഠിപ്പിച്ച് വെറുതെ അല്ല. കൃത്യമായി വിളമ്പുന്നു. ഈ നിമിഷം അലക്സിയാസിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് കാര്യം ആള് കേൾക്കണമെന്ന് പറയാം. എന്നാലും നമ്മള് മാത്രം ഒഴിവാക്കുന്ന ഏരിയ ഇല്ല. അലക്സിയാസിനാണ് ഈ നിമിഷം ഡെഡിക്കേറ്റ് ചെയ്തത്. അതെ, എന്റെ മോൻ മറന്നില്ല. മോൻ മടക്കി കുത്തി വിളമ്പണ്ട. അപ്പനെ മറന്നോ എന്നറിയാൻ വേണ്ടി പരീക്ഷണല്ലേ? അല്ല, മോനം അപ്പനെ മറന്നിട്ടില്ല എന്ന് പറഞ്ഞുള്ള ഒരു ഇത്. ഒരുപാട് കറിയാണ് കേട്ടോ. അച്ഛൻ കൊടഞ്ഞു അവശതിയായി. കൊഴലപ്പം, എള്ളുണ്ട, കായവറുത്തത്, ശർക്കര വരട്ടി. എല്ലാം അളവ് കുറവേ ഉള്ളൂ. നമുക്ക് നമ്മൾ നല്ല വിശന്നിരിക്കുന്ന നമ്മളെല്ലാം കഴിക്കും. ഇത് അല്ലല്ല വിളമ്പാണ് കേട്ടോ. ഞാൻ പക്ഷെ ഒന്നും വിളമ്പല്ല, ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുവാണ്. എന്റെ ലക്ഷ്യം നിങ്ങളെ കാണിച്ചു തരാന്നുള്ളതാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഒന്നും വിളമ്പുന്നില്ല ഗൈസ്. ഇതാണ് നമ്മുടെ സദ്യ. ഒരുപാട് കൂട്ട സാധനങ്ങളുണ്ട്. എനിക്ക് എല്ലാത്തിൻ്റെ പേരൊന്ന് പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ. നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കുക എന്തൊക്കെ കറികളായി, എന്തൊക്കെ കറികളാണ് എന്നുള്ളത്. എല്ലാവരും ഇവിടെ കഴിച്ചു തുടങ്ങിയതേ. ഹാപ്പി ഓണം പറയും. കഷ്ടപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ആൾക്കാർ ഇനി ഞാനിത് കഴിച്ചിട്ട് ഞാൻ ടേസ്റ്റൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ടേസ്റ്റ് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പം നമ്മൾ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഹാപ്പി ഓണം. കുറേ പ്രാവശ്യം പറയുന്നുണ്ട് ഇപ്പം ഹാപ്പി ഓണം. കഴിയുന്നത് വരെ പറയും ഗൈസ്. ഞങ്ങൾ സദ്യ കഴിച്ചു കഴിഞ്ഞു. ഇല മാത്രമായി. മനുചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു? സദ്യ നല്ല സദ്യയായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു അല്ലേ? കഴിഞ്ഞ വർഷം ലേറ്റ് ആയി. നമ്മൾ സമയം കറക്റ്റ്, നല്ല വിശപ്പായി. കഴിക്കാൻ സാമ്പാരി നമ്മൾ ഓർഡർ ചെയ്ത എല്ലാം നല്ല പ്രശ്നമായിരുന്നു. അച്ചായന്റെ അഭിപ്രായം പറയും. വയറ് നിറച്ച് കഴിച്ചില്ലേ? ഒരുപാട് കറികളും ഉണ്ടായിരുന്നു അല്ലേ? നന്ദി പാമ്പാലിക്ക്. ഓ, ഹാപ്പി ഓണം.
നടു നിവർത്തി നിക്കുക വയറ് നിറഞ്ഞിട്ട്. വയറ് നിറഞ്ഞിട്ട് അതെ. അല്ല അത് ഫോട്ടോ പോസിന് വന്നോ. പിന്നെ പാമ്പിനെ പോലെ ഒന്നുകൂടി പിന്നെ എന്നാന്ന് വെച്ചാ ഞങ്ങക്ക് മോരും പായസവും രസവും ഒക്കെ ബാക്കിയൊന്നും ഞങ്ങക്ക് അത് തീർക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. അപ്പൊ അതാണ് ഇത്. ഇനി മിഷേൽ ചേച്ചിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞേ. അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. പിന്നെന്താ 2 തരം പായസം ഉണ്ടായിരുന്നു. അടപ്രഥമൻ സൂപ്പർ. ബാക്കി വന്നല്ലേ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ബാക്കിയുണ്ട്. ഇവരൊക്കെ ചിപ്സ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് നമുക്ക് ബാക്കിയുണ്ടായിരുന്നു. നമ്മൾക്ക് 2 പേർക്ക് ഇപ്പൊ ഹസ്ബൻഡും വൈഫിനും കൂടെ ഒരു പൊതി കിട്ടുവാണെങ്കിൽ ഇത്രയും ചിപ്സ് ഉണ്ട്. ഒരുപാടുണ്ടായിരുന്നു. എള്ളുണ്ടയുണ്ട്, കുഴലപ്പം ഉണ്ട്, ഉപ്പും ഉണ്ട്. ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തുട്ടാ യോഗേഷ് ചേട്ടൻ അപ്പുറത്തേക്ക് മാറിയേക്കോട്ടോ യോഗേഷ് ചേട്ടൻ്റെ അഭിപ്രായം ചോദിക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ സദ്യ നന്നാവുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും, വയറ് നിറയും, ഓണവും നന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഓണ സെലിബ്രേഷൻ ഏതാണ്ട് ഇവിടെ അവസാനിക്കാറായി. അച്ഛൻ മുണ്ടെടുത്തത് ശരിയായിട്ടില്ല, കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇച്ചിരി സമയമൊക്കെ വൈകിപ്പോയി. അതുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ ഗെയിം കളിക്കും. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വ്ളോഗ് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഹാപ്പി ഓണം പറ എല്ലാവരും. ഹാപ്പി ഓണം.